ആ, നില്ല് നില്ല് നില്ല്. ഞാനാ ലതയുടെ വീട് വരെ ഒന്ന് പോയേക്കുമായിരുന്നു. നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ആ. എന്താ സുമേച്ചി? എടി, നീ അറിഞ്ഞോ? നമ്മുടെ റീനുവിൻ്റെ വീട്ടിലെ കുറേ ഫർണിച്ചറൊക്കെ പുതിയത് മേടിച്ചെന്നേ മാറി. ആ, ഇവർക്ക് എവിടുന്നാ ഈ കാശ്? അവളുടെ കെട്ടിയവൻ ഗൾഫിലൊന്നും അല്ലല്ലോ, എന്തോ ഒരു സാധാരണ ജോലി. ഇവർക്ക് എവിടുന്നാ ഇത്ര വരുമാനം കിട്ടുന്നത്? ഓ, എന്നാലും ഇത്രയും വരുമാനം ഇത് എവിടുന്നാണോ കിട്ടണത്? ആ, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, ഫർണിച്ചർ, പിന്നെ മേളിൽ ഊഞ്ഞാൽ എല്ലാം മേടിച്ച്. ഇതൊക്കെ എങ്ങനെ നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും ഫർണിച്ചറൊക്കെ എന്തിനാ മേടിച്ചു കൂട്ടുന്നത്? അയ്യോ, വെറുതെ പൈസ കളയാനായിട്ട്. കടമായിട്ടാണ് മേടിച്ചതെങ്കിൽ അവസാനം തെരുവായില്ലേ. ചേച്ചി പറഞ്ഞായിരുന്നു എല്ലാ സാധനവും മാറി മാറി മേടിക്കണുണ്ടെന്ന്. എന്തായാലും കഷ്ടം. വല്ല കള്ളക്കടത്തുമായിരിക്കും, അല്ലാതെ പിന്നെ എവിടുന്നാ ഇത്രയും പൈസ കിട്ടുന്നത്? നാട്ടുകാർക്കൊന്നും ഒന്നും അറിയാൻ മേലെന്ന് അവളുടെ വിചാരം. ഓ, അവളുടെ നടപ്പ് കണ്ടാൽ എന്താ, ഏതോ വലിയ ആളുടെ മകളാണെന്ന വിചാരം. എന്തായാലും ലത ചേച്ചിയുടെ കൂടെ ഈ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോകാം. ശരി ചേച്ചി, എന്ന് ഞാൻ പോവുകയാണേ. കുറച്ചു പേരെയൊക്കെ വിളിച്ചറിയിച്ചിട്ടും പോകാം. ആ സുമതി, പിന്നെ ഉണ്ടല്ലോ ആ റീനുവേ കുറേ ഫർണിച്ചറൊക്കെ വാങ്ങിന്ന്. ആ ആ സിനിയേ, നീ വല്ലതും അറിഞ്ഞോ? സിനിയേ, ആ റീനുവില്ലേ? ഓ, എടി ഗീതു, അയ്യോ, എടി മല്ലികേ, ലതയുടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം. ലതയുടെ വീട്ടിലേക്ക് പോയേക്കാം. ആ റീനുവേ, നീ എന്തെടുക്കുവാ? ആ ചേച്ചി, അല്ല, നിങ്ങളുടെ വീട്ടിൽ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചെന്നറിഞ്ഞല്ലോ. ആ സുമ ചേച്ചിയൊക്കെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. സത്യമാണോ? അങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് നടക്കുന്നതൊക്കെ ഞാൻ കേട്ടു. എന്തിൻ്റെ ആവശ്യമാണോ ഇങ്ങനെ പറയാനായിട്ട്? ഒരാളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്നതിന് ഇതിനു മാത്രം പറയാനുണ്ടോ? ഓ, കഷ്ടം കഷ്ടം കഷ്ടം. അത് സാരമില്ല ചേച്ചി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിന് എനിക്കെന്താ? എന്നെ അതൊന്നും ബാധിക്കില്ല. ശരി ചേച്ചി. ഓ, ഒരു 10 പുത്തം കിട്ടിയപ്പോൾ എന്താ അവളുടെ അഹങ്കാരം? ഏതോ കോടീശ്വരൻ്റെ മകളാണെന്ന് ഇവളുടെ വിചാരം. നമ്മളാരും പൈസയൊന്നും കാണാത്ത പോലെ. വല്ല അംബാനിയുടെ മകളായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഓ, ആ ചേട്ടായി, ഇന്നിവിടെ സുമച്ചേച്ചി വന്നിരുന്നു. നമ്മുടെ വീട്ടിൽ സാധനം മേടിച്ചെന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്തോ ചേച്ചി ബോധം കെട്ട് വീണു. ഒരു കണക്കിനാ ഞാൻ എഴുന്നേപ്പിച്ച് വിട്ടത്. എൻ്റെ ദൈവമേ, എന്നെ ചെയ്യാനാ? എന്താ ചേട്ടാ ഇങ്ങനെ? നമ്മുടെ നാട്ടുകാർ മൊത്തം നമ്മളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം മേടിക്കുന്നതിന് ഇവർക്കെന്താ കുഴപ്പം? ഇപ്പോൾ ഫർണിച്ചറൊക്കെ മേടിച്ചത് നാട്ടിൽ മൊത്തം പാട്ടാ. ചേട്ടായി ഫുഡൊക്കെ കഴിച്ചോ? ആ, പിന്നെ വിസയുടെ കാര്യം എന്തായി? ആ, പെട്ടെന്ന് പോകാൻ പറ്റുമായിരിക്കും അല്ലേ? എന്നാൽ ശരി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ആ, മോള് ഫോൺ വിളിക്കുമായിരുന്നോ? ആ, ചേട്ടനെ വിളിക്കുമായിരുന്നു. ആ, അല്ല മോളെ, ഇന്നലെ വൈകുന്നേരേ ആരായിരുന്നു ഇവിടെ വന്നത്? എന്തോ കൊണ്ടുവന്ന് തന്നല്ല. ഇന്നലെയോ? ആ, അത് LICയുടെ ഒരു കാർഡ് തരാൻ വന്നതാ. ആ, LIC ഒക്കെ ഉണ്ടല്ലേ? ആ, അതെ ചേച്ചി. ആ, LIC ഒക്കെ ഉണ്ട്. ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ആ, എന്നാ ശരി, എന്നാ സുമ ചേച്ചി പോട്ടെ, പിന്നെ വരാം. ഓ, ഇങ്ങനൊരു തള്ള.
എൻ്റെ കൊച്ചേ, നീ അറിഞ്ഞ നമ്മുടെ റീനു കുടുംബവും ഇന്നലെ രാത്രി ഗൾഫിന് പോയെന്ന്. അയ്യോ. എപ്പോ? അയ്യോ. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതുപോലുള്ളവർ? സ്വന്തം ജീവിതം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിട്ട് നോക്കുന്നവർ, പ്രശ്നങ്ങൾ വലുതാക്കി പെരുപ്പിച്ച് നാടൊട്ടാകെ പറഞ്ഞു നടക്കുന്നവർ. ഇതിനൊരു അവസാനമുണ്ടോ?